തടിയമ്പാട് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പഴയ പാലം ചെക്ക് ഡാം മാതൃകയിൽ ഷട്ടറുകളിട്ട് ജലസംഭരണം ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തടാകമാക്കി മാറ്റി ഈ പ്രദേശത്ത് ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തടിയമ്പാട് പുതുതായി നിർമ്മിക്കുന്ന പാലം നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ കൂടി പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പാലം എന്ന നിലയിലാണ് ഇപ്പോൾ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഈ പാലം പൂർത്തിയാകുമ്പോൾ പഴയ പാലം അപ്രസക്തമാകും. പഴയ പാലത്തിന്റെ സ്കൂളുകളിൽ ഷട്ടറുകൾ പിടിപ്പിച്ച് ജലസംഭരണം ഉറപ്പാക്കുകയും ചെറുവള്ളങ്ങളും ബോട്ടുകളും ഇറക്കി പ്രദേശത്തെ ടൂറിസം ആക്കി മാറ്റണമെന്നുമാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. 5 കോടി രൂപയോ എത്രയോ മുടക്കിയത് ബലപ്പെടുത്തിയിട്ടുള്ളത് സൈഡ് കോൺക്രീറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു 3-4 ഹോളാണുള്ളത്. അപ്പോൾ അവിടെ ഒരു പ്രദേശം ഇവിടെയെല്ലാം കല്ലൊക്കെ പൊടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഭാവിയിൽ ഷട്ടർ വെച്ചിട്ട് ഇതൊരു തടാകമാക്കി മാറ്റുകയാണെങ്കിൽ നൂറുകണക്കിന് ആളുകൾക്ക് ഇവിടെ വന്ന് കുളിക്കുന്നതിനും നീന്തൽ പഠിക്കുന്നതിനും നീന്തുന്നതിനും ചൂണ്ടയിടുന്നതിനും മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ ഏറ്റവും നീളമുള്ള പാലങ്ങളിലൊന്നായിരുന്ന ഈ പദ്ധതി ഗതാഗത സൗകര്യത്തിനു പുറമെ പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിനും വഴിയൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി നടപ്പാതകളും ലൈറ്റിങ്ങും സൗന്ദര്യവൽക്കരണവും നടപ്പാക്കിയാൽ പെരിയാറിന്റെ തീരപ്രദേശത്തിന് പുതിയ ഭംഗി ലഭിക്കുമെന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത്. ശബരിമല മണ്ഡലകാലം ഉൾപ്പെടെ വർഷം മുഴുവൻ തമിഴ്നാട് സംസ്ഥാനത്തു നിന്ന് ഉൾപ്പെടെ നിരവധി ഭക്തർ സമീപത്തെ അയ്യപ്പ ക്ഷേത്രങ്ങളിലെത്തുന്ന സാഹചര്യത്തിൽ ഇവർക്കായി ശാന്തമായ നദീതീര വിനോദ സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞാൽ പ്രദേശത്തെ ടൂറിസം രംഗം ശക്തിപ്പെടുമെന്ന് വിലയിരുത്തപ്പെടുന്നു. MP ഡീൻ കുര്യാക്കോസ് വിഷയത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് അറിയിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച് പരിഗണിക്കുന്നതാണ്. ഏതായാലും ആ ഒരു നിർദ്ദേശം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നടപ്പിലാക്കിയാൽ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലാണ് അതിൻ്റെ കൂടിയാലോചനകൾ നടക്കേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതും. പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ആ ഒരു പ്രപ്പോസലിനോട് ഞാൻ അതിനെ സ്വീകരിക്കുന്നു. അതിൻ്റേതായ നിലയിൽ അത് പരിഗണിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുന്നതാണ്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ പദ്ധതി നടപ്പിലാക്കാനായാൽ തടിയമ്പാട് പ്രദേശം ഗതാഗത സൗകര്യത്തിനു പുറമെ ഒരു സമഗ്ര വിനോദസഞ്ചാര കേന്ദ്രമായി മാറുമെന്ന് ഉറപ്പാണ്. സിറ്റി വിഷൻ, ഇടുക്കി.